നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമ്പൻ സ്രാവുകളൊന്നും വലയിൽ കുടുങ്ങില്ല, അവരെ വേറെ തരത്തിലാണ് പിടിക്കേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ചൂണ്ടയോ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കുറച്ച് കൊമ്പൻ സ്രാവുകൾ, അതായത് മലയാള സിനിമയിലെ കുറച്ച് കൊമ്പൻ സ്രാവുകൾ സാധാരണ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഓർത്തു നോക്കൂ, 2-3 സ്ത്രീകൾ വിചാരിച്ചപ്പോഴേക്ക് തന്നെ ഇത്രയും സ്രാവുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് കൂടെ തങ്ങൾക്കുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കൊമ്പൻ സ്രാവുകൾ മുഴുവൻ തന്നെ പിടിക്കപ്പെടും, വലയിലാകപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിമിംഗലങ്ങളെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. തിമിംഗലങ്ങളെല്ലാം അങ്ങനെ കടലിൽ ഇപ്പോൾ സുഖിച്ച് നടക്കുകയാണ്. നീലത്തിമിംഗലങ്ങളെ പിടിക്കണമെങ്കിൽ സാധാരണ വലയൊന്നും പറ്റില്ല. സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, തിമിംഗലങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ടോർപിഡോസൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഹണ്ടേഴ്സ്, അവരാണ് തിമിംഗലങ്ങളെ വേട്ടയാടി പിടിക്കുക. അത് ചുമ്മാ വലയിൽ വന്ന് കയറുന്ന ഒന്നല്ല തിമിംഗലം. അവർ തിമിംഗലത്തിന് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് അവരുടെ വാസസ്ഥലത്തേക്ക് ചെന്ന് അവരെ അറ്റാക്ക് ചെയ്തിട്ട് വേണം പിടിക്കാനായിട്ട്. അതൊരു വേട്ട തന്നെയാണ്. അപ്പോൾ നീലത്തിമിംഗലങ്ങളെല്ലാം ഇപ്പം സ്വൈരവിഹാരം നടത്തുകയാണ്. അവരുടെ ഫേസ്ബുക്ക് പേജുകൾ, ട്വിറ്റർ ഹാൻഡിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഇപ്പോൾ ഡോർമൻ്റ് ആയ പോലെയാണ്. അതിലൊന്നും ഒരു മെസ്സേജും ബ്ലോഗും ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ തിമിംഗലങ്ങൾ എന്താ പറയുക, ആർത്തുല്ലസിച്ച് തന്നെ കഴിയുകയാണ്. പക്ഷേ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ഹണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ഈ തിമിംഗലങ്ങൾക്കും പിടി വീഴും, അതിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ ഒരു വലിയ ക്ലീനിങ് അപ്പ് നടക്കും. അങ്ങനെ നമ്മളുടെ സ്ത്രീ സഹോദരിമാർക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ എൻവിറൺമെൻറ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മാത്രമല്ല, വേറെ എവിടെയൊക്കെ സ്ത്രീകൾ പുരുഷന്മാരോട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നീലത്തിമിംഗലങ്ങളെ വേട്ടയാടാൻ കഴിവുള്ള ആരെങ്കിലുമൊക്കെ പുറത്തു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.